സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്നാണ്. ഈ ലോകത്തിൽ, ഈ കാലത്തിൽ, ഈ സമയക്രമത്തിൽ ഉള്ളതായ ചില രീതികളുണ്ട്, ചില ക്രമങ്ങൾ ഉണ്ട്. ഇതിനൊന്നും നിങ്ങൾ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. സാധാരണയായിട്ട് നാം ഒരു പേപ്പട്ടിയെ റോഡിൽ കാണുകയാണെങ്കിൽ എന്തു ചെയ്യും? പറയുക, നാം അവിടുന്ന് ഓടിമാറാൻ ശ്രമിക്കും. ആ പേപ്പട്ടിയാണെങ്കിലും അഹിംസഹോ ധർമ്മഹോ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഈ ജന്തുക്കളെയൊക്കെ സ്നേഹിക്കുന്നതായ, അല്ലെങ്കിൽ ഈ ജീവികളെക്കുറിച്ച് അന്വേഷണം ചെയ്യുന്നതായ ആളുകൾ, അതുപോലെ ജന്തുക്കൾക്ക് രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? വെറ്റിനറി ഡോക്ടേഴ്സ് കൂടെ ഈ കാലത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ പട്ടിയെ കാണുകയാണെങ്കിൽ ഇവർ എന്തു ചെയ്യുമെന്ന് അറിയാമോ? അതിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അതിൻ്റെ രോഗങ്ങളെല്ലാം മാറ്റുവാൻ വേണ്ടി എങ്ങനെ അതിൻ്റെ രോഗം മാറ്റിയെടുക്കാമെന്ന് പരീക്ഷണങ്ങൾ നടത്തുവാൻ ഇടയാകും. അതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുവാനും ഇടയാകും. അതാണ് രോഗമുള്ളവരെ കണ്ടിട്ട് രോഗി എന്ന് വിളിച്ച് മാറ്റി നിർത്തുകയല്ല, മറിച്ച് ആ രോഗത്തെക്കുറിച്ച് പഠിച്ച് എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്ന് കാണിക്കുന്നതായ ഒരു മനോഭാവമുണ്ട്. അതൊരു മനോഭാവമാണ്. പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദപീഠത്തിൽ വന്നുകൊണ്ട് അവളുടെ പാപങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് വിലയേറിയ തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽകൾ കഴുകിയപ്പോൾ യേശുവിന് അവളോട് തോന്നിയ മനോഭാവം വേറെയായിരുന്നു. അതുപോലെ ആ വീട്ടിലേക്ക് ക്ഷണിച്ച ആ വിരുന്നിൻ്റെ യജമാനൻ അവനെ കണ്ട് അവളോട് തോന്നിയതായ മനോഭാവവും വേറെയായിരുന്നു. അവളെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? ഇവളൊരു പാപിനിയാകുന്നുവല്ലോ, ഇവളെന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്? അവളെന്തിനാണ് യേശുവിനെ തൊടുവാൻ ഇടയായത്? യേശുവിനെ തൊട്ടിട്ടും അവൻ മിണ്ടാതെ ഇരിക്കുകയാണല്ലോ. ഇവൻ യഥാർത്ഥ പ്രവാചകൻ തന്നെയാണോ? ഇവൾ പാപിനിയായ സ്ത്രീയാണെന്ന് അറിയില്ലേ എന്ന രീതിയിൽ, വേറൊരു രീതിയിലാണ് അവളെ കണ്ടിട്ട് അവൻ ആലോചിക്കുന്നത്. എന്നാൽ കർത്താവ് ഇവളെന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇവൾ പശ്ചാത്തപിക്കുന്നുണ്ട്, ഇവളുടെ പാപം ക്ഷമിക്കാനാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. സ്ത്രീയെ, നീ സമാധാനത്തോടുകൂടി പോകുന്നു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനിടയായി. സമാധാനത്തോടുകൂടി പോകുവാൻ കർത്താവ് പറയുമ്പോൾ നീ ഒന്നിനും കൊള്ളാത്തവളാണെന്നിവിടെ ശീമോൻ പറയുകയാണ്. എന്താണ്? ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ്. നാം ചില സമയത്ത് ചില ആളുകളെ കാണുമ്പോൾ അപ്പോൾ തന്നെ നാം അവരെ തള്ളിപ്പറയാനിടയാകും. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രങ്ങളിലും കൂടുതലായിട്ട് അങ്ങനെ നമ്മുടെ ചില സംസ്ഥാനങ്ങളിലും അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ വർഗീയതയെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്. അവൻ അങ്ങനെയുള്ളവനാണ്. ഞാൻ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ ഒരു ഗ്രാമത്തിൽ ദൈവവേല ചെയ്ത സമയത്ത്, അവിടെ ഒരു മലമ്പ്രദേശത്ത് ദൈവവേല ചെയ്തു. അവിടെയൊന്നും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ചു വന്നതായ ബൈബിൾ കോളേജിലാണെങ്കിലും അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്ങനെയാണ് ഒന്നും തന്നെ ആരും തന്നെ ചോദിച്ചിരുന്നില്ല. നമ്മെല്ലാവരും ഒരുമിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, അവൻ്റെ മക്കളായി വളരണം എന്ന ആഗ്രഹത്തോടു കൂടി ആയിരുന്നു. എന്നാൽ ഈ ഗ്രാമത്തിലേക്ക് ചെന്ന സമയത്ത്, അവിടെ മീറ്റിംഗ് നടന്ന സമയത്ത്, ഇവിടെ ജാതിയുടെ വേർതിരിവുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ ഒരു ഭവനത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാനിടയായി. ചില ആളുകൾ മുകളിൽ കയറിയിരിക്കുമായിരുന്നു, ചില ആളുകൾ താഴെ ഇരിക്കുമായിരുന്നു. അതായത് നമ്മൾ ലോകത്തിൻ്റെ മാപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ ഓസ്ട്രേലിയ, ഇവിടെ ആഫ്രിക്ക, അങ്ങനെ കാണുന്നത് പോലെ മധ്യയിൽ ചെറിയ ചെറിയ രാജ്യങ്ങൾ കാണും. അതുപോലെ ഇരിക്കുകയായിരുന്നു അവിടെ ഉള്ളത്. കുറച്ച് സ്ഥലമാണ് അവിടെ. എല്ലാവരും കുറച്ചുകൂടെ കയറിയിരിക്കുക, അടുത്തിരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് അവരെന്താണ് പറയുന്നത്? എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ അടുക്കൽ ഞങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ എന്താണ്? അയിത്തം എന്നാണെന്ന് പറയുന്നത്. പഴയ കാലത്ത് അങ്ങനെ പറയുമായിരുന്നു. എന്താണ്? ശ്രദ്ധിക്കുക. മനുഷ്യൻ അയിത്തമായിട്ട് കാണുകയാണെങ്കിൽ, അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പും നിന്റെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണെങ്കിൽ, നീ ചാകാൻ പോകുമ്പോൾ അവനായിരിക്കും ബ്ലഡ് തരുന്നത്, മറക്കരുത്. അപ്പോൾ നിനക്ക് അയിത്തം പറഞ്ഞ് മാറി നിൽക്കുവാൻ കഴിയുകയില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോരോ ജാതിക്കും ഓരോരോ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ? എ ഗ്രൂപ്പ് എല്ലാം ഒരു ജാതിക്കാരാണ്,
ബി ഗ്രൂപ്പുള്ളവരെല്ലാം ഒരു ജാതിക്കാരാണ്, ഓപ്പോസിറ്റീവ് ഉള്ള ഒരു ജാതി, അങ്ങനെ ഇടുകയാണെങ്കിൽ നല്ലതാണെന്നാൽ ശ്രദ്ധിക്കുക, എല്ലാ ജാതിക്കാരിലും എല്ലാ രീതിയിലുമുള്ള രക്തഗ്രൂപ്പുകളുണ്ട്. നീ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന സമയത്ത് നിനക്ക് ബ്ലഡ് ആവശ്യം വരുമ്പോൾ എന്റെ ജാതിക്കാരുടെ കൊണ്ടുവരണമെന്ന് പറയുമോ? എന്റെ ജാതിക്കാരനെ വിളിച്ചു കൊണ്ടുവരൂ എന്ന് നിങ്ങൾ പറയുമോ? മോനെ, നിന്റെ ജാതിക്കാരൻ ആരും തരുന്നില്ല എങ്കിൽ നിങ്ങൾ മരിച്ചു പോകും, തീർച്ചയാണ്. അതുപോലെ അവൻ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ചായ കുടിക്കുകയാണെങ്കിൽ എന്താണ് പറ്റുന്നത്? അശുദ്ധിയായി പോകുമെന്നാണ് പറയുന്നത്. അശുദ്ധരായി മാറിപ്പോകും. ഒരു രീതിയിലുള്ളതായ താഴ്ത്തിക്കെട്ടുന്നതായ മനോഭാവമാണിത്. ഡിഗ്നിറ്റി കുറഞ്ഞു പോകുന്നു. നമ്മുടെ മനോഭാവം മാറണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, വൃദ്ധരെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക. നിന്റെ ജാതി എൻ്റെ ജാതി എന്നൊന്നുമല്ല. നിന്റെ ഗുരു നിന്നേക്കാൾ ചെറുപ്പമാണെങ്കിലും ഗുരുവിനെ ബഹുമാനിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം നോക്കുകയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ടൊരു സംസ്കാരമുണ്ടായിരുന്നു നമുക്ക്. ഭാരത സംസ്കാരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ കാലത്തുള്ള മനുഷ്യൻ, നീചമായ ഈ കാലത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് എങ്കിൽ മനുഷ്യന്റെ സ്വഭാവങ്ങൾ മാറിപ്പോകുന്നു, അവന്റെ രീതികൾ മാറിപ്പോകുന്നു, അവന്റെ ദിനംതോറുമുള്ള പ്രവർത്തനങ്ങൾ മാറിപ്പോകുന്നു. നമ്മുടെ മനോഭാവം മാറണം. മനുഷ്യൻ പുറമെയുള്ളത് മാത്രം കാണുന്നു. പുറമെയുള്ള രൂപം നോക്കി അവൻ ബഹുമാനിക്കുന്നു, അവൻ മര്യാദ കൊടുക്കുന്നു, അവൻ സ്നേഹിക്കുന്നു. നമ്മുടെ മനോഭാവം മാറണം. നിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമാണെങ്കിൽ, നിന്റെ ഹൃദയം ക്രിസ്തുവിൻ്റെതാണെങ്കിൽ എല്ലാവരെയും ഒരുപോലെ നീ സ്നേഹിക്കുവാനിടയാകും. അർഹതയില്ലാത്തവരെ നീ അംഗീകരിക്കും, യോഗ്യതയില്ലാത്തവരെ നീ സ്നേഹിക്കുവാൻ ഇടയാകും. നിന്റെ സ്വഭാവത്തിൽ വളരെ ദൈവിക ഭാവം കാണാനിടയാകും. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ ലോക മര്യാദകൾ ആചരിക്കരുത്, ലോകത്തിന്റെ മര്യാദകൾ ആചരിക്കരുത്. നിങ്ങൾ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതായ ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയണമെന്നാണ്. ദൈവത്തിന്റെ ഹിതം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവഹിതം പഠനത്തിൽ കൂടി ലഭിക്കുന്നതല്ല. ദൈവഹിതം അറിയുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും കരങ്ങൾ ഉയർത്താനിടയാകും. ദൈവഹിതം അറിയാവുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 10-15 പേർ മാത്രമേ കൈ ഉയർത്തൂ. എന്തുകൊണ്ടാണ്? അത് തിരിച്ചറിയേണ്ടതാകുന്നു. അത് ചോദിച്ചെങ്കിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അന്വേഷിച്ചെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. കർത്താവേ, ഞാൻ ചോദിക്കുന്നു നിന്റെ ഹിതം അറിയുന്നതിന് വേണ്ടി എന്ന് പറയുന്നു. 3 വർഷം കൊണ്ട് ഞാൻ ചോദിക്കുന്നു, 3 മാസം കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ദൈവഹിതം അറിയാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു. ഓഹോ, എങ്കിൽ യഥാർത്ഥമായി നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് കോപം വന്നു. എന്താണ് അങ്ങനെ പറയുന്നത്? അതെ, ദൈവത്തിന് സകലതും അറിയാം. നീ സമർപ്പണത്തോടുകൂടി വന്നിട്ടാണോ ദൈവഹിതം അന്വേഷിക്കുന്നത്? അതോ കുറിയിടുന്നവർ ചോദിക്കുന്ന പോലെ അതാണോ ഇതാണോ എന്ന് തിരക്കുന്നത് പോലെ, ലക്കി നമ്പർ ഏതാണ് ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് പോലെ ശ്രമിച്ചാൽ, അപ്പോൾ ദൈവത്തിന് ഹിതം അവൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നീ ചിന്തിച്ചതുപോലെ, നീ അനുകൂലിക്കുന്നത് പോലെ തന്നെ വരുന്നു എന്ന് വിചാരിക്കുക. ഉടനെ ഹല്ലേലൂയ പറയും. എന്നാൽ നീ ചിന്തിച്ചതിന് വിപരീതമായിരിക്കുന്നു എന്ന് ചിന്തിക്കൂ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ദൈവഹിതം നീ ഒരു IAS ഓഫീസർ ആകണമെന്നാണ്, നീ ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് ലെവലിലേക്ക് വരുമെന്നാണ്. അപ്പോൾ ഹല്ലേലൂയ എന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നീ സകലതും വിട്ടിട്ട് വരണമെന്നാണ്, നിന്റെ ഡിഗ്രികളെല്ലാം ഉപേക്ഷിച്ച് വരണമെന്നാണ്, എൻ്റെ വചനം എടുത്തുകൊണ്ട് എൻ്റെ സേവ ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ എന്ത് വിചാരിക്കും? എനിക്കറിയാം ആദ്യമേ ഇങ്ങനെ തന്നെ പറയുമെന്ന്, അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് നിന്റെ ഹിതം എന്താണെന്ന് ചോദിച്ചത്. ഇങ്ങനെ നീ പറയുമെന്നുള്ള വിഷയം അവൻ ആദ്യം തന്നെ അറിയാവുന്നതുകൊണ്ട് അവൻ നിന്നോട് അവൻ്റെ ഹിതം ഒരിക്കലും വെളിപ്പെടുത്തുകയില്ല. അവൻ്റെ ഹിതം നിന്നോട് വെളിപ്പെടുത്തുന്ന സമയത്ത് ഇത്രയുള്ളോ എന്ന് നീ വിചാരിക്കും എന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് നിന്റെ മനസ്സറിയാവുന്നതായ കർത്താവ് അവൻ്റെ ഹിതം നിന്നോട് വെളിപ്പെടുത്തില്ല. നീ അവൻ്റെ ഹിതം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീ അവനെ പരിശോധിക്കണം. അതുപോലെ അവൻ നിന്നെ പരിശോധിക്കും. ഉന്നതമായ ഒരു സ്ഥിതിയിലേക്ക് ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അവനെ ഏതെല്ലാം രീതിയിൽ പരിശോധിക്കും, പരീക്ഷിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഭാരതരത്ന അവാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ളവർ ആരാണ്, അതിന് അർഹതയുള്ള വ്യക്തികൾ ആരാണ് എന്ന് പരിശോധിച്ച്, പല രീതിയിൽ പരിശോധിച്ച്, എല്ലാ രീതിയിലും നോക്കിയിട്ടാണ്, അങ്ങനെ എല്ലാ രീതിയിലും അനേകം ആളുകളെ പരിശോധിച്ചിട്ട് അതിന് യോഗ്യനായവനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്താണ്? ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെയും ഇവിടെയെല്ലാം കാണുവാൻ കഴിയും. നീ എന്നാൽ പരിശോധിച്ച് പോകുമ്പോൾ അവന്റെ പൂർണ്ണമായ നന്മയുള്ള ഹിതം എന്താണെന്ന് നിനക്ക് അറിയുവാൻ കഴിയും. അവന്റെ ഹിതം ഉത്തമമാണ്. ദൈവഹിതത്തിൽ ജീവിക്കുന്നവനാണ് ഭാഗ്യവാൻ. നീ എത്ര കാലം ജീവിച്ചിരുന്നു എന്നതല്ല പ്രധാനം. ദൈവത്തിന്റെ ഹിതം അറിയാതെ നീ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അത് വ്യർത്ഥമാണ്.
ദൈവത്തിന്റെ ഹിതം അനുസരിച്ചുകൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുമ്പോഴാണ് നിന്റെ ജീവിതം ധന്യമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത്. എൻ്റെ ജീവിതത്തിന്റെ കാലയളവിൽ 18 വയസ്സ് വരെ നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ അറിയാതെ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ജീവിച്ചത്. എന്നാൽ ഈ 40 വർഷമായിട്ട് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ പ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ നിന്റെ കാര്യം എന്താണ്? നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിന്റെ പൈതങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള, മുൻപത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്താണ് ഇവിടെ വചനം പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുന്നില്ല എങ്കിൽ അവന്റെ ഹിതം അറിയുവാൻ കഴിയുകയില്ല. നിങ്ങളിൽ എത്ര ആളുകൾ യേശുക്രിസ്തുവിനെ സമർപ്പിച്ച ആളുകളുണ്ട്? കൈ ഉയർത്തുക. കൈ ഉയർത്താത്തവർ സമർപ്പിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. സമർപ്പിച്ചു എന്ന് പറഞ്ഞ് കൈ ഉയർത്തി താഴ്ത്തി ഉയർത്തി താഴ്ത്തി മനസ്സിലാകാതെ ശരിയാണോ അല്ലയോ എന്താണെങ്കിലും നിങ്ങൾ ഉറപ്പോടുകൂടി തന്നെ പറയുക. സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സമർപ്പിക്കുക. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനോഭാവം മാറിപ്പോകും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോകും. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നാം ചെയ്യുകയില്ല. ലോകത്തിലുള്ളവർ കൈക്കൂലി വാങ്ങിയാൽ ഞാൻ വാങ്ങുകയില്ല. ലോകത്തിലുള്ളവർ വഞ്ചന കാട്ടിയാൽ ഞാൻ കാട്ടില്ല. ലോകത്തിലുള്ള ആളുകൾ കളവ് കാണിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല. ലോകക്കാർ ചെയ്യുന്നത് പോലെ ഷോർട്ട് കട്ടുകൾ ഞാൻ ചെയ്യുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ഞാൻ സത്യസന്ധതയോടുകൂടി നീതിയോടുകൂടി ജീവിക്കുവാൻ ഇടയാകും. എത്രയോ ആളുകൾ ആ നെബൂഖദ്നേസർ ഉണ്ടാക്കിയ പ്രതിമയെ നമസ്കരിക്കുന്നു, എന്നാൽ ഞാൻ മാത്രം നമസ്കരിക്കില്ല. തീച്ചുള്ളിയിൽ ഞങ്ങൾ കത്തിയെരിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല, ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഈ കാലത്ത് അങ്ങനെ വിശ്വാസമുള്ള ആളുകൾ ആവശ്യമാകുന്നു. അതിന് നമ്മുടെ ഈഗോ മാറണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഇൻഫീരിയോറിറ്റി, അപകർഷതാബോധം ഏതു സമയം നോക്കിയാലും മുൻപ് പറഞ്ഞതുപോലെ ഈഗോ ഉള്ളവർ പൊങ്ങച്ചം പറയാനിടയാകും. ഈ ഇൻഫീരിയോറിറ്റി ഉള്ള ആളുകൾ താഴ്ന്നു പോകുവാനിടയാകും. എന്താണ്? എപ്പോഴും നാം ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്ട്രീം ഓർ ദിസ് എക്സ്ട്രീം. എന്താണ്? അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാൻ പോകുന്ന പോലെയല്ല. ക്രിസ്തീയ ഭക്തി എങ്ങനെയുള്ളതാണ്? ബാലൻസ്ഡ്. എങ്ങനെയുള്ളതാണ്? ബാലൻസ്ഡ് ആണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തെ സ്നേഹിക്കാതെ, ലോകത്തിലെ പല പല ആചാരങ്ങൾ നോക്കിയാൽ വസ്ത്രം ധരിക്കാത്ത ആളുകൾ പോലുമുണ്ട്. അത് ധരിക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. ദിഗംബരരായിട്ട് നടക്കുന്ന ആളുകളും ഉണ്ട്. അതൊരു എക്സ്ട്രീമാണ്. എന്താണ്? വസ്ത്രം ധരിക്കുവാൻ കഴിയും, ലോകത്തിലുള്ളതൊക്കെ അനുഭവിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ 2 കിലോ സ്വർണം, അതുപോലെ ലോകപരമായിട്ടുള്ള വേഷ വിധാനങ്ങൾ, ആഡംബര വസ്തുക്കൾ, ഉപകരണങ്ങൾ, തലനിറച്ച് പൂവൊക്കെയായിട്ട് പോവുകയാണ് ഒരു സ്ത്രീ. എവിടെ പോകണമെന്ന് വെച്ചുമ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്കാണെന്നാണ്. എന്താണ്? ചില ആളുകളാണെങ്കിൽ പട്ടുസാരിയൊക്കെ മാറ്റിവെച്ചിട്ട് മാലയും കമ്മലും എല്ലാം ഉപേക്ഷിച്ചിട്ട് തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ടുകൊണ്ട് ദുഃഖിക്കുന്ന മുഖവുമായി തലമുടിയൊക്കെ അഴിച്ചിട്ടുകൊണ്ട് എവിടേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. അത് വേറൊരു എക്സ്ട്രീമാണ്. അത് മറ്റേ എക്സ്ട്രീം. ദൈവം അങ്ങനെ ചെയ്യാനും പറഞ്ഞാൽ ഇങ്ങനെയും ചെയ്യാനും പറയും. എങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണ്? ബാലൻസ്ഡ് ആയിരിക്കണം. ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ വിരുന്നിന് പോകുന്ന സമയത്ത് നിന്റെ വസ്ത്രധാരണം ഒരു രീതിയിലായിരിക്കണം. നീ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നിന്റെ വസ്ത്രധാരണം ഒരു രീതിയിലായിരിക്കണം. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ, വിശുദ്ധ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ ക്രമമായിട്ട് പോകണം, വിശുദ്ധിയോടുകൂടി പോകണം. ദൈവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ബാലൻസ്ഡ് ആകാനാണ്. ബാലൻസ്ഡ്. എല്ലാ കാര്യത്തിലും മിതമായിരിക്കുവാൻ വേണ്ടി നാം ശീലിക്കുക. മിതമായിരിക്കുക. തിന്നു എന്ന് പറഞ്ഞാൽ മൂക്കുമുട്ട തിന്നാനിടയാകും. ഉപവാസം എന്ന് പറയുകയാണെങ്കിൽ തളർന്നു വീഴുന്നതുവരെ ഉപവസിക്കാനിടയാകും. അങ്ങനെയല്ല കർത്താവ് പറയുന്നത്. നിങ്ങൾ ഉപവസിക്കാനിരിക്കാൻ പറയുമ്പോൾ ചിലർ ഇപ്പോൾ പറയാറുണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന്. ഇപ്പോൾ കണ്ടുപിടിച്ച കാര്യമാണിത്. കുടം കണക്കിന് വെള്ളം കുടിച്ചുകൊണ്ട് ഫാസ്റ്റിംഗ് എടുക്കുന്നു. അതിനൊരു കുഴപ്പവുമില്ല. ഡീഹൈഡ്രേറ്റ് ആകത്തില്ല നമ്മുടെ ശരീരം. ഇനിയും അങ്ങനെയല്ല, വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുവാൻ കഴിയത്തില്ലെങ്കിൽ എന്താണ്? വെജിറ്റേറിയൻ ഫാസ്റ്റിംഗ്. എന്ത് ഫാസ്റ്റിംഗ് ആണ്? 2 ക്യാരറ്റും അതുപോലെ 2 ബീറ്റ്റൂട്ടും തിന്നിട്ട് ഫാസ്റ്റിംഗ് ആണെന്ന് പറയുന്നു. എന്താണ്? ഒരു പഴം തിന്നുകൊണ്ട് ഫാസ്റ്റിംഗ് ആണെന്ന് പറയുന്നു. ഫീസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം മാംസം വാങ്ങിച്ച് കഴിക്കുക. എല്ലാ ദിവസവും കഴിക്കരുത് കേട്ടോ. ക്രൈസ്തവരുടെ ജീവിതം നോക്കിയാൽ യേശുക്രിസ്തു ആഹാരം കഴിച്ചോ ഇല്ലയോ? ഇല്ലേ?
യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അവൻ ആഹാരം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിരുന്നിലിരിക്കുമ്പോൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നാണ്, നിങ്ങളുടെ ഭക്ഷണം കഴിക്കില്ല, എനിക്ക് സ്വർഗീയ ആഹാരമുണ്ട്, ദൂതന്മാർ കൊണ്ടുവരും, ഇതെല്ലാം അശുദ്ധിയാണ്, എനിക്ക് ശുദ്ധാഹാരം കിട്ടും എന്ന് പറഞ്ഞോ? ഇല്ല, അവരോടൊപ്പം ഇരുന്നിട്ട് അവരോടുകൂടെ കഴിക്കാനിടയായി. അവർ ഇരുന്ന സ്ഥലത്ത് അവനും ഇരുന്നു. അതേ സമയത്ത് ഉപവാസ പ്രാർത്ഥന വന്ന സമയത്ത്, ആത്മഭാരത്തോടെ ഇരുന്ന സമയത്ത്, കർത്താവേ നീ ആഹാരം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എന്തു പറഞ്ഞു? എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം, നിങ്ങൾക്കറിയാത്തതാണ് ആഹാരം എന്ന് പറഞ്ഞു. എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്തിയെ നാം ക്രമമായി മുൻപോട്ട് കൊണ്ടുപോകുന്നത്, അപ്പോഴേ നമുക്ക് നീതിയോടെ ജീവിക്കാൻ കഴിയൂ. ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത് നിന്നെക്കുറിച്ച് തന്നെ നീ ഇകഴ്ത്തി ചിന്തിക്കുന്നതാണ്. ഈഗോ എന്ന് പറയുമ്പോൾ നിന്നെക്കുറിച്ച് നീ പുകഴ്ത്തി പറയുന്നതാണ്. നിന്നെക്കുറിച്ച് തന്നെ നീ വലിയ ആളാണെന്ന രീതിയിൽ വലിയ രീതിയിൽ ചിന്തിക്കുന്നതാണ്. ഈ ഇൻഫീരിയോറിറ്റി എന്ന് പറയുമ്പോൾ എന്നെക്കോട്ട് കൊള്ളാത്തവൻ ആരുമില്ല, ഞാൻ ദരിദ്രനാണ് 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 എന്ന് പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ട് ജീവിക്കുന്നത് ആകുന്നു. ഞാൻ നന്നാവുകയില്ല, ഞാൻ പാസ്സാകില്ല, ഞാൻ ജയിക്കുകയില്ല, ഞാൻ ശരിയാവുകയില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആളുകളെ നോക്കൂ. അപകർഷതാബോധമാണ് ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആളുകളിൽ കൂടി പ്രവർത്തിക്കുന്നു. ധനവാന്മാരായവരെ പണവും സമ്പത്തും പ്രശസ്തിയും എല്ലാം ഉള്ള ആളുകൾക്ക് ഈഗോ ജീവിതത്തിൽ കൊടുക്കുന്നു. ഓൾറെഡി ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം, കുടുംബത്തിന്റെ അവസ്ഥ കാരണം നിരാശയിൽ ജീവിക്കുന്ന ആളുകളെ അവർക്ക് എന്ത് പറഞ്ഞാണ് അവർക്ക് പുകഴുവാനുള്ളത്? അതുകൊണ്ട് അവർക്ക് പുതിയൊരു കാര്യം കൊടുത്തു, ഇൻഫീരിയോറിറ്റി കൊടുത്തിരിക്കുന്നു. നിന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, ഇതും തെറ്റാണ്, അതും തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിങ്ങൾ സീറോ, ജീസസ് ഈസ് ഹീറോ. ഞാൻ ഒന്നുമില്ലാത്തവനാണ്, എന്നാൽ എൻ്റെ ദൈവത്തിന് സകലതുമുണ്ട്. ഞാൻ ശൂന്യനാണ്, എല്ലാവരും പൂജ്യമാണ്. ഒരു പൂജ്യത്തിന് എത്ര വിലയുണ്ട്? 2 പൂജ്യമാണെങ്കിലോ, 3 പൂജ്യമാണെങ്കിലോ? ഒരു മീറ്റിങ്ങിന് 1000 പൂജ്യം വരികയാണെങ്കിൽ എത്ര വിലയുണ്ട്? 1000 ആണെങ്കിലും പൂജ്യം പൂജ്യം തന്നെയാണ്. ആ 1000ന്റെ സൈഡിൽ ഒന്നിട്ടാൽ ഓഹോ, അപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഒറ്റ, 10, 100, 1000, ലക്ഷം, കോടി, കുറെ പൂജ്യങ്ങൾക്ക് വശത്തായിട്ട് ഒന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് വായിക്കാൻ പോലും മനസ്സിലാവുകയില്ല. നമ്മൾ കണക്കെണ്ണും, ഒറ്റ, 10, 100, 1000, 10000 അങ്ങനൊക്കെ. അതുകൊണ്ട് എത്ര പൂജ്യമാണെങ്കിലും അവിടെ കർത്താവ് വരുമ്പോൾ നമുക്ക് വിലയുണ്ടാകുന്നു. വീണ്ടും നമുക്ക് അതിന്റെ ബാക്കിയുള്ള വചനം വായിക്കാം. 3-ാം വാക്യം വായിക്കാം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്നു ഞാൻ. ഇവിടെ എന്താണ് പറയുന്നത്? നാം കൂടുതൽ ഭാവിച്ചുയരുവാൻ പാടില്ല. അതുപോലെ കുറച്ചും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. നിനക്കു ലഭിച്ചതായ, ഓരോരുത്തർക്കും ലഭിച്ചതായ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടത്. നിനക്ക് ലഭിച്ചതിൽ നീ സന്തോഷിക്കുക. നിനക്ക് എത്രയാണ് ലഭിച്ചത് അതിൽ തൃപ്തിയാകൂ. നീ തന്നെ തലമുടി നീട്ടി വളർത്തി, നീ തന്നെ മീശ വളർത്തി കൊമ്പൻ മീശയാക്കി, നീ തന്നെ പഠിച്ച് PhD ഒക്കെ എടുത്ത് നീ നല്ല ശബ്ദമുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ, അതുപോലെ നല്ല പദവിയും അധികാരമുണ്ടെങ്കിൽ മറ്റുള്ളവരെ നീ എങ്ങനെയാണ് കാണുന്നത്? അതുകൊണ്ടാണ് ഒരുവന് സൗന്ദര്യം കൊടുത്തത്, മറ്റൊരുവന് ജ്ഞാനം കൊടുത്തത്. ഒരുവന് നീളമുണ്ടെങ്കിലും കറുത്തവനായിരിക്കും, ഒരുവന് നീളം കുറവാണെങ്കിലും വെളുത്തവനായിരിക്കും. ഇവിടെ വെളുത്തവനെ കണ്ടാൽ കറുത്തവന് അലർജിയാണ്, കറുത്തവനെ കണ്ടാൽ വെളുത്തവനും. ഇത് നമ്മുടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. വെളിയിലാണെങ്കിൽ എല്ലാ ആളുകളും അവിടെ ഒരുപോലെയാണ്. എപ്പോഴും നിങ്ങളുടെ വ്യക്തിത്വം കണ്ടിട്ട് നിങ്ങൾ ഫീലാകാൻ പാടില്ല. മൂക്കിന് നീളം കുറവാണ്, കുറച്ചുകൂടെ നീളമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ചില ആളുകളെ നോക്കുക, അവർക്ക് നീളം കാണില്ല. അവരെ കണ്ടിട്ട് നീ സന്തോഷിക്കുക. എപ്പോഴും എൻ്റെ മകന് നല്ല പഠിപ്പില്ല, അവരുടെ മകന് നല്ല പഠിപ്പുണ്ട്. അവന് നല്ല കോളേജിൽ കിട്ടി, എനിക്ക് ഈ കോളേജിലാണ് കിട്ടിയത്. അവർക്ക് നല്ല മരുമകനെ കിട്ടി, എൻ്റെ മരുമകൻ ഇങ്ങനെയാകുന്നു. ഇങ്ങനെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയില്ല. നീ എങ്ങനെയായിരിക്കുന്നുവോ അതിനനുസരിച്ച് നീ കർത്താവിനെ സ്തുതിക്കുക. കണ്ണാടിയിൽ നോക്കുമ്പോൾ, കർത്താവെ നീ എന്നെ സൃഷ്ടിച്ചതിനായിട്ട്, ഇങ്ങനെ സൃഷ്ടിച്ചതിനായിട്ട് നിനക്ക് നന്ദി കരറ്റുന്നു എന്ന് പറയുക. ഞാൻ ആയിരിക്കുന്ന രീതിയിൽ തന്നെ നിനക്ക് നന്ദി കരറ്റുന്നു എന്ന് പറയുമ്പോൾ തൃപ്തിയോടുള്ളതായിട്ടുള്ള ദൈവിക വിശ്വാസം വലിയ സമ്പത്താകുന്നുവെന്ന് വചനം പറയുന്നു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിരാശ എന്നത് പിശാചിന്റെ വലിയൊരു ആയുധമാകുന്നു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് മനസ്സിൽ നിരാശ ഉണ്ടാകുന്നത്.
നിന്നെക്കുറിച്ച് നീ നന്നായി ചിന്തിക്കുന്ന സമയത്ത്, ദൈവം നിനക്ക് ചെയ്തതായ നന്മകളെക്കുറിച്ച് ചിന്തിച്ച് അവനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം നിനക്ക് ജീവിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ സകല വ്യക്തികൾക്കും വിശ്വാസം പകുത്തുകൊടുത്തിരിക്കുന്നു. ഒരാൾക്ക് 1 കൊടുത്തു, ഒരാൾക്ക് 2 കൊടുത്തു. അങ്ങനെ ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ് പങ്കുവെച്ചു കൊടുത്തത്. 5 കൊടുത്തവൻ 5 നേടിയപ്പോൾ നല്ല വിശ്വസ്തനായ ദാസനെന്ന് വിളിച്ചു. അതുപോലെ 2 കൊടുത്തവൻ 2 നേടിയപ്പോൾ വിശ്വസ്തനെന്ന് വിളിച്ചു. എന്നാൽ 1 കൊടുത്തവന് എന്താണ് ചെയ്യാനിടയായത്? എന്നാൽ ഇവിടെ എന്താണ്? അവൻ ചിന്തിച്ചു, എനിക്കെന്തുകൊണ്ട് 1 തന്നു, എന്തുകൊണ്ട് അവൻ 5 കൊടുത്തു? അതുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ടിട്ട് അത് കുഴിച്ചിടുവാനിടയായി. അപ്പോൾ എന്താണ്? ദുഷ്ടദാസനെ, നിനക്ക് എന്താണ് ഞാൻ നൽകിയത്? 1, എന്നാൽ നീ ഒന്നുകൂടെ സമ്പാദിച്ചില്ലല്ലോ. ഒരു നിമിഷം ചിന്തിക്കുക, നിന്റെ മഹത്വം എന്താണ്? നിന്നിലുള്ള നന്മ എന്താണ്? എൻ്റെ ജീവിതത്തിലെ മഹത്വവും എൻ്റെ ജീവിതത്തിലെ നന്മയും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നവർ കൈ ഉയർത്താമോ? ഒരു നിമിഷം. എന്നിൽ ഒരു നന്മയുമില്ല എന്ന് പറയുന്നവർ കൈ ഉയർത്താമോ? അതിനും സമ്മതമല്ല, ഇതിനും സമ്മതമല്ല. ആ എക്സ്ട്രീമും ഈ എക്സ്ട്രീമും. എന്താണ്? നിന്നിൽ തീർച്ചയായും ഒരു നന്മയെങ്കിലും കാണും. മിനിമം ഒന്നെങ്കിലും കാണും. 1-ൽ കൂടുതൽ ഉണ്ടായിരിക്കും. നീ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, അതിനെ നീ ഉപയോഗപ്രദമാക്കുവാൻ ശ്രമിച്ചാൽ, പിന്നെ നിനക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ടതായ ആവശ്യമേ ഇല്ല. അതോർക്കുക. നിന്റെ താലന്ത് എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുക. അല്ലെങ്കിൽ നിന്റെ അമ്മയോട് ചോദിക്കൂ. പറയൂ, അമ്മേ, എൻ്റെ കഴിവെന്താണ്? നീ പൊന്നാണല്ലോടാ മോനെ, നിനക്ക് സകല കഴിവുമുണ്ടടാ. അതല്ലമ്മേ ചോദിച്ചത്, എന്നിലുള്ള പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കൂ. നിന്നെ ചെറുപ്പം മുതൽ തന്നെ നോക്കി വളർത്തിക്കൊണ്ടുവന്നതായ, നിന്നെക്കുറിച്ച് സകലതും അറിയാവുന്ന നിന്റെ അമ്മയ്ക്കറിയാം, അപ്പനറിയാം, നിന്റെ ഭാര്യയ്ക്കറിയാം, ഭർത്താവിനറിയാം. ഓരോരുത്തരും അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുക. എന്താണ്? അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ മൂർച്ച കൂട്ടാൻ ശ്രമിക്കുക. വലിയവരാകും. അപകർഷതാബോധം വേണ്ട. ഒരു വിഷയത്തെക്കുറിച്ചും ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ജ്ഞാനമില്ലാത്തവനാണ്, എനിക്ക് യോഗ്യത ഇല്ല, ഞാൻ പ്രാവീണ്യമുള്ളവനല്ല, എനിക്കത്ര കഴിവില്ല എന്ന ചിന്ത വരുമ്പോൾ പറയണം, ശരിയാണ്, എന്നാൽ യേശുക്രിസ്തു എന്നിൽ ഉണ്ട്, അവനിൽ കൂടി ഞാൻ സകലതും നേടും. അവൻ എൻ്റെ ബലഹീനതയെല്ലാം മാറ്റി എന്നെ ശക്തീകരിക്കും. മോശെ ചെന്ന് മിസ്രയീം ദേശത്ത് അടിമകളായി കിടക്കുന്ന ഇസ്രായേൽ മക്കൾ 400 വർഷമായിട്ട് അടിമകളാണ്, അവിടെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത്? എനിക്ക് എന്താണ് കഴിവുള്ളത്? ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് ആടുകൾ മാത്രമാണ്, അതും എൻ്റെ സ്വന്തമല്ല. ഇതാ ഒരു വടി മാത്രമുണ്ട് ആടുകളെ മേയ്ക്കുന്നത്, അതിനെ താഴെയിടൂ, എടുത്ത് അതിനെ ഉപയോഗിക്കൂ. ഞാൻ ഈ വടിയെ അത്ഭുതമാക്കി മാറ്റും. ആ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയി മാറി. ആ വടി വെച്ചടിച്ചപ്പോൾ പാറയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിക്കുവാനുള്ള വെള്ളം വരുവാനിടയായി. എത്രയോ അത്ഭുതങ്ങൾ ചെയ്യാനിടയായി. ആദിമസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ സ്ത്രീയെ കാണാൻ കഴിയും. അവളുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. അവളൊരു വിധവയായ സ്ത്രീയാണ്. അവളുടെ കയ്യിൽ എന്താണുള്ളത്? സൂചിയാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ സൂചിയുണ്ടോ? നിങ്ങളുടെ കയ്യിൽ മെഷീനുണ്ടോ? ആ സൂചി മാത്രമായിരുന്നു. ആ സൂചി ഉപയോഗിച്ച് ആ സഭയിലുള്ള എല്ലാവർക്കും അനുഗ്രഹമായി ആ സ്ത്രീ മാറുവാനിടയായി. അവൾ മരിച്ച സമയത്ത് എല്ലാ വ്യക്തികളും വരുവാനിടയായി. എല്ലാ വ്യക്തികളും വന്നിട്ട് കരയുവാൻ, ദുഃഖിക്കുവാനിടയായി. ദൈവദാസന്മാരെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചുപോയ തബീഥ ജീവിക്കുവാനിടയായി. ഒരു സൂചിയായിരുന്നു. ഗോലിയാത്തിനെ കൊല്ലുവാൻ വേണ്ടി ദാവീദിന്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? കത്തിയായിരുന്നോ? വാളായിരുന്നോ? ചെറിയ കല്ലുകൾ മാത്രമായിരുന്നു. 5 കല്ലുകൾ മാത്രമായിരുന്നു അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു കല്ല് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. 6 മുഴം ഉയരമുള്ള ആ ഗോലിയാത്ത് താഴെ വീഴുവാനിടയായി. നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്തുണ്ട്? കടക്കാർ വരുവാനിടയായി. എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോയി. എൻ്റെ ഭർത്താവ് മരിച്ചു പോകാനിടയായി. മകളെ, നിന്റെ വീട്ടിൽ എന്തുണ്ട്? എൻ്റെ വീട്ടിൽ എന്താണുള്ളത്? ഒന്നും ഇല്ല. പാത്രം പോലും വിറ്റുകളയാനിടയായി. എന്തുണ്ട്? അതാ ആ മൺഭരണിയിൽ അല്പം എണ്ണയുണ്ടെന്ന് പറഞ്ഞു. പോകൂ, അതിനെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു. അതിൽ കൂടി നിന്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു. നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്തുണ്ട്? നിനക്കൊരുപാട് കടമുണ്ടായിരിക്കാം, മല പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നിന്റെ ചുറ്റും ഒരുപാട് പ്രതികൂലങ്ങൾ നിന്നെ ചുറ്റി വരിഞ്ഞിരിക്കാം. എന്നാൽ കർത്താവിന്റെ അടുക്കിലേക്ക് പോയാൽ നിന്നിൽ എന്താണുള്ളത്? അല്പമേ ഉള്ളൂ എങ്കിലും ഇത്രയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ അതിന് എന്താണ് ഉള്ളത്? പറയൂ, എന്താണുള്ളത് ഇവിടെ? ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കൊണ്ടുവരൂ, അതെന്റെ കയ്യിൽ കൊണ്ടുവരിക. നിന്റെ കയ്യിലുള്ളതിനെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ
ദൈവം അതിനെ 100 മടങ്ങ് അനുഗ്രഹിക്കാനിടയാകും. ഒരിക്കലും നീ നിരാശപ്പെടുവാൻ പാടില്ല. മനുഷ്യർ എല്ലാം നിന്നെ കൈവിട്ടു പോയാലും, പലപ്പോഴും നാം പാടാറുണ്ട് ആ പാട്ട് ഒരുപാട് തവണ. ഈ ലോകത്തിലുള്ളവർ എല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും ചില സമയത്ത് വേദന ഉണ്ടാകും. എൻ്റെ ഭർത്താവ് എന്നെ കരുതുന്നില്ല, ഭാര്യ എന്നെ നോക്കുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ നോക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എനിക്ക് ഭാര്യയുണ്ട്, എന്നെ നോക്കുവാൻ ആരുമില്ലിപ്പോൾ, രോഗക്കിടക്കയിലായിരിക്കുന്നു, എനിക്ക് കടബാധ്യതയുണ്ട്, എൻ്റെ കൂട്ടുകാർ ആരും എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ സഹായിക്കുവാൻ ആരും തന്നെ മുൻപോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ എത്രയോ തവണ നിരാശയോടെ നാം ആയിരിക്കാറുണ്ട്. വിഷാദത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന അനേകരുണ്ട് അങ്ങനെ. എന്നാൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കർത്താവിലേക്ക് നോക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ ശക്തീകരിക്കാനിടയാകും. ഈ 3 പാഠങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നാം ദിവസം തോറും ജീവിക്കുമ്പോൾ ഈ 3 പാഠങ്ങളും നാം എതിരേൽക്കേണ്ടതാണ്. ഈഗോയുടെ വിഷയത്തിൽ, ആറ്റിറ്റ്യൂഡിന്റെ വിഷയത്തിൽ, ഇൻഫീരിയോറിറ്റിയുടെ വിഷയത്തിൽ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നു? അഹംഭാവത്തോടു കൂടിയാണോ, താഴ്മയോടാണോ? നിന്റെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന്റെ നാമം നീ മഹത്വപ്പെടുത്തുകയാണോ, അതോ നിന്റെ പേര് നീ എടുക്കുകയാണോ ചെയ്യുന്നത്? നീ ധൈര്യപ്പെട്ടിരിക്കുകയാണോ, അതോ നിന്നെക്കുറിച്ച് തന്നെ നീ നിരാശപ്പെട്ട് തകർന്നു പോവുകയാണോ? അങ്ങനെ ഓരോ വിഷയങ്ങളിലും നാം നമ്മെക്കുറിച്ച് ചിന്തിച്ചറിഞ്ഞ് നാം ബലം പ്രാപിക്കേണ്ടവരാണ്. എഴുന്നേറ്റ് നിൽക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ നാമത്തിൽ കടന്നു വന്ന നിന്റെ മക്കളെ നീ ദർശിക്കണമേ. കർത്താവേ, ഈ അപകർഷതാ ബോധം കാരണം എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ എനിക്ക് നേടുവാൻ കഴിയുന്നില്ല. ഇനിയും ഞാൻ പാസ്സാവുകയില്ല, എൻ്റെ വിവാഹം നടക്കുകയില്ല, എനിക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല, കടത്തിൽ നിന്ന് എനിക്ക് വെളിയിൽ വരുവാൻ കഴിയില്ല, എനിക്കിനി ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ എത്രയോ ആളുകൾ ഇന്ന് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. ജീവിതത്തോട് വെറുപ്പ് തോന്നിയിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ചിന്താഗതികളിൽ നിന്നും അവരെ നീ വിടുവിക്കുമാറാകണമേ. നീ മരിക്കേണ്ടതില്ല, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചിരിക്കുന്നു. നീ ദുഃഖിക്കേണ്ട കാര്യമില്ല, നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഞാനുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ ഞാനാണ്, നിന്നെ കരങ്ങളിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവൻ ഞാനാണ്. ഞാനുണ്ട് നിനക്ക്, നിന്റെ ഭാരങ്ങളെയെല്ലാം ഞാൻ എടുത്തു മാറ്റും എന്നുള്ള നിന്റെ സ്നേഹ ശബ്ദം നീ നിന്റെ മക്കളെ കേൾപ്പിക്കുമാറാകണമേ. അങ്ങനെയുള്ള ആളുകളെ നിന്റെ നാമത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സ്നേഹിക്കപ്പെടുന്നതായ ഞങ്ങൾ നിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദിനംതോറും സഹായിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും ഒരേ മനസ്സ് നൽകണമേ. ദൈവിക സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുവൻ പിശാചിന്റെ പക്ഷത്തും ഒരുവൻ ദൈവത്തിന്റെ പക്ഷത്തുമായിരിക്കുവാനല്ല, എല്ലാവരും ക്രിസ്തുവിന്റെ പക്ഷത്തായിരിക്കുവാൻ നീ സഹായിക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ. എല്ലാവിധമായ സാമ്പത്തിക ഭാരത്തിൽ നിന്നും നിന്റെ മക്കളെ നീ വിടുവിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ആളുകൾക്ക് നീ കുഞ്ഞുങ്ങളെ കൊടുക്കുമാറാകണമേ ദൈവമേ. മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന ആളുകൾക്ക് നിന്റെ പദ്ധതി നീ വെളിപ്പെടുത്തണമേ. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭാര്യയും ഭർത്താവും വേർപിരിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവേ, അവർ വേർപിരിയാതെ ഐക്യതയോടായിരിക്കുവാൻ നീ സഹായിക്കണമേ. ജോലിയില്ലാതെ വളരെ ദുഃഖത്തോടുകൂടി ഒരു പണിയുമില്ല എനിക്ക് എന്ന വിചാരത്തോടുകൂടി ആയിരിക്കുന്നതായ അങ്ങനെ തളർന്നു പോകുന്ന എല്ലാ യൗവനക്കാരെയും നീ ദർശിക്കണമേ. ഞങ്ങൾക്കുള്ളതെല്ലാം നിന്റെ കരങ്ങളിൽ തരുന്നു. 100 മടങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.